Good morning, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ്റെ മോഡൽ പഠിച്ചു. അതിനുശേഷം സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ റിഗ്രഷൻ ഇക്വേഷൻ വഴി പോസിബിൾ ആയിട്ടുള്ള ഗ്രാഫ് ഏതൊക്കെയാണെന്ന് നോക്കി. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ബീറ്റ നോട്ടിനും ബീറ്റ വണ്ണിനും ഒരു ബെസ്റ്റ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കി. നമ്മൾ എസ്റ്റിമേറ്റ് സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു ബെസ്റ്റ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. അതിനുശേഷം നമ്മൾ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടാണ് വന്നതെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള അടുത്ത ക്ലാസ്സാണ് നമ്മളിപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വഴി നമ്മുടെ അൺനോൺ പാരാമീറ്റേഴ്സായ ബീറ്റോ നോട്ടിനും ബീറ്റ വണ്ണിനും ഒരു ബെസ്റ്റ് എസ്റ്റിമേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ബി നോട്ട് ആൻഡ് ബി വൺ. ആ ബി നോട്ടും ബി വൺ ഉപയോഗിച്ച് നമ്മൾ ഒരു റിഗ്രഷൻ ഇക്വേഷൻ ബിൽഡ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിച്ച ഈ ബി നോട്ടും ബി വണ്ണും ഉപയോഗിച്ച് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത റിഗ്രഷൻ ഇക്വേഷൻ എത്രമാത്രം നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റയ്ക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. എ ക്വസ്റ്റ്യൻ നൗ ഈസ് ഹൗ വെൽ ഡസ് ദ എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ ഫിറ്റ് ദ ഡേറ്റ. നമ്മൾ കണ്ടുപിടിച്ച എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ എത്രമാത്രം നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റയ്ക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. Coefficient of determination provides a measure of the goodness of fit for the estimated regression equation. ഇങ്ങനെ കണ്ടുപിടിച്ച എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ നമ്മുടെ ഡേറ്റയ്ക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ വെച്ചാണ്. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. For the ith observation, the difference between the observed value of the dependent variable yi and the estimated value of the dependent variable yi cap is called the ith residual. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് എന്താണ് റെസിജ്വൽ എന്നൊക്കെ. അപ്പോൾ ith റെസിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഐയിൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ഐക്കും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ആ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ഐ ക്യാപ്പിനുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ith റെസിജ്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ith റെസിജ്വൽ റെപ്രസെൻറ്റ്സ് ദ എറർ ഇൻ യൂസിങ് വൈ ഐ ക്യാപ്പ് ടു എസ്റ്റിമേറ്റ് വൈ ഐ. അതായത് വൈ ഐ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത ഒരു എസ്റ്റിമേറ്റ് ആണല്ലോ വൈ ഐ ക്യാപ്പ്. ആ ഒരു വൈ ഐ ക്യാപ്പ് എടുത്തതിലുള്ള എററാണ് നമ്മൾ ഈ ഇവിടെ ഒരു ith റെസിജ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ആ ഒരു വൈ ഐ ആക്ച്വൽ വൈ ഐയിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റഡ് ആയി കിടക്കുന്നു എന്നുള്ള ആ ഒരു എറർ കമ്പോണൻറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ith റെസിജ്വൽ യൂസ് ചെയ്യുന്നത്. ദസ് ഫോർ ദ ith ഒബ്സർവേഷൻ ദ റെസിജ്വൽ ഈസ് വൈ ഐ മൈനസ് വൈ ഐ ക്യാപ്പ്. അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ith റെസിജ്വൽ എന്ന് പറഞ്ഞാൽ വൈ ഐ മൈനസ് വൈ ഐ ക്യാപ്പ് ആണ്. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദീസ് റെസിജ്വൽസ് ഓർ എറർ ഇസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് മിനിമൈസ്ഡ് ബൈ ദ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ നമ്മൾ സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ഐ ക്യാപ് ദ ഹോൾ സ്ക്വയറിനെ ഏറ്റവും മിനിമം ആയിട്ട് കിട്ടണം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ഐ ക്യാപ് ദ ഹോൾ സ്ക്വയറിനെയാണ് നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു എറർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ SSE ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് SSE is a measure of the error in using the estimated regression equation to estimate the values of the dependent variable in the sample. ആ ഒരു ആക്ച്വൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത ആ റിഗ്രഷൻ ഇക്വേഷനിലുള്ള ആ ഒരു എററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SSE എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. For the ith observation in the sample, the difference yi minus y bar provides a measure of the error involved in using y bar to estimate the dependent variable. നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി y bar, അതായത് മീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു എറർ വരുമല്ലോ. ആ ഒരു എററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് yi മൈനസ് y bar എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആക്ച്വൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ yi ആണ്. അപ്പോൾ ആ y പകരം നമ്മൾ മീൻ എന്നുള്ള ആ ഒരു എസ്റ്റിമേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം വൈ ഐ മൈനസ് വൈ ബാർ എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ആയിട്ട് വൈ ബാർ ആണ് എടുക്കുന്നതെങ്കിലുള്ള എററിനെ ഡിനോട്ട് ചെയ്യുന്നത്. ദ കറസ്പോണ്ടിങ് സം ഓഫ് സ്ക്വയേഴ്സ് കോൾഡ് ദ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഈസ് ഡിനോട്ടഡ് ബൈ SST. അപ്പം ആ ഒരു കേസിൽ നമ്മൾ വൈ ബാർ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു എററിൻ്റെ ടോട്ടൽ സം ഓഫ് സ്ക്വയറിനെ നമ്മൾ SST എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ സം ഓഫ് സ്ക്വയർ SST ഈസ് ഈക്വൽ ടു സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ SSCയുടെ കേസിൽ കണ്ടില്ലേ, അവിടെ നമ്മൾ വൈ ഐ ക്യാപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വൈ ഐയുടെ വാല്യൂ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ SSTയിൽ നമ്മൾ എസ്റ്റിമേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വൈ ബാർ ആണ്.
SST is a measure of how well the observations cluster about y bar line and SSC is a measure of how well the observations cluster about the y cap line. അതായത് SST എന്ന് പറയുന്നത് നമുക്ക് വൈക്ക് കുറേ ഒബ്സർവേഷൻസ് കാണുമല്ലോ. ആ വൈയുടെ ഒബ്സർവേഷൻസ് y ബാർ എന്ന് പറയുന്ന ലൈനിലെ നമ്മൾ മീൻ ആദ്യമേ തന്നെ ഒരു ലൈനായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ y ബാർ എന്ന് പറയുന്ന ലൈനിൽ എത്രമാത്രം നമ്മുടെ ഒബ്സർവേഷൻസ് ക്ലസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് SST ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ y വാല്യൂസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത y ക്യാപ് ലൈനിൽ എത്രമാത്രം ക്ലസ്റ്റർ ചെയ്ത് കിടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് SSC ഉപയോഗിക്കുന്നത്. To measure how much the y cap values on the estimated regression line deviate from y bar, another sum of squares is computed. This sum of square called the sum of squares due to regression and is denoted by SSR. ഇപ്പം നമ്മൾ വൈക്ക് പകരം 2 എസ്റ്റിമേറ്റ്സ് കണ്ടുപിടിച്ചു. ഒന്ന് നമ്മൾ എസ്റ്റിമേറ്റഡ് വൈ, അതായത് വൈ ക്യാപ്പും, മറ്റേത് നമ്മൾ മീൻ എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ കേസും. ഇനി നമ്മൾ നോക്കുന്നത് ഈ വൈ ക്യാപ്പും വൈ ബാറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ എടുക്കുന്ന എസ്റ്റിമേറ്റും മീനും തമ്മിലുള്ള ആ ഒരു സം ഓഫ് സ്ക്വയേഴ്സിൻ്റെ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് SSR എന്ന് പറഞ്ഞാൽ. അതായത് എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ലൈൻ എത്രമാത്രം വൈ ബാറിൽ നിന്ന് ഡീവിയേറ്റഡ് ആയി കിടക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുള്ള സം ഓഫ് സ്ക്വയേഴ്സ് ആണ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റിഗ്രഷൻ. SSR is equal to summation yi cap minus y bar the whole square. അങ്ങനെ നമ്മൾ 3 സം ഓഫ് സ്ക്വയേഴ്സിനെ പറ്റി ഇവിടെ പറഞ്ഞു. ഒന്ന് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്, പിന്നെ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു എറർ. ആ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു എററിന്റെ മറ്റൊരു പേരാണ് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റെസിഡ്യുവൽസ് എന്നും. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റിഗ്രഷൻ. ഇനി നമ്മൾ ഇതിനെ മൂന്നിനെയും കൂടെ ഒരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒബ്സർവേഷൻസിനെ ഫുൾ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, വൈ എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ. ഇവിടെ നമ്മൾ വൈ ബാർ ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഒരു ലൈൻ ഉപയോഗിച്ച്. അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ വെച്ച് നമ്മൾ മറ്റൊരു ലൈനും കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഡോട്ട്സ് ആയിട്ട് കാണുന്നതാണ് നമ്മുടെ ഒബ്സർവേഷൻസ്, അതായത് നമ്മുടെ ആക്ച്വൽ വൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യമേ YI മൈനസ് വൈ ബാർ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് YI എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് ഈ ഒരു മീൻ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ എത്രമാത്രം ഡീവിയേറ്റഡ് ആയി കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ YI മൈനസ് വൈ ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ YI ക്യാപ് മൈനസ് വൈ ബാർ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് എത്രമാത്രം വൈ ബാർ, അതായത് മെയിൻ ഡീവിയേറ്റഡ് ആയി കിടക്കുന്നു എന്ന് കാണിക്കാനാണ് YI ക്യാപ് മൈനസ് വൈ ബാർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് എത്രമാത്രം നമ്മുടെ പ്രെഡിക്റ്റഡ് YI ക്യാപ് ഡീവിയേറ്റഡ് ആയി കിടക്കുന്നു എന്ന് കാണിക്കാനാണ് YI മൈനസ് YI ക്യാപ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡീവിയേഷൻ കണ്ടോ, ഈ ഒരു 3 തരത്തിലുള്ള ഡീവിയേഷൻ നമ്മളിവിടെ കാണിച്ചു. ഈ ടോട്ടലായിട്ട് വരുന്ന ഈ ഫുൾ ഒബ്സർവേഷൻസിൻ്റെ ഡീവിയേഷൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ SST, SSR, SSC എന്നൊക്കെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു 3 സം ഓഫ് സ്ക്വയേഴ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. SST ഈസ് ഈക്വൽ ടു SSR പ്ലസ് SSC. അതായത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റിഗ്രഷൻ പ്ലസ് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു എറർ ആയിരിക്കും. വേർ SST ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്, SSR ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു റിഗ്രഷൻ ആൻഡ് SSE ഈക്വൽ ടു സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു എറർ. ദി എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ പ്രൊവൈഡ്സ് എ പെർഫെക്റ്റ് ഫിറ്റ് if every value of the dependent variable yi happen to lie on the estimated regression line. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയ്ക്ക് ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മുടെ എല്ലാ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും വാല്യൂ ഉണ്ടല്ലോ, അതായത് ഈ YI ഈ ഡോട്ട്സ് കൊണ്ട് യൂസ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, ഈ എല്ലാ YIയും നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത റിഗ്രഷൻ ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ അടുത്തായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഒത്തിരി ഡീവിയേറ്റഡ് ആയി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയ്ക്ക് ബെസ്റ്റ് ഫിറ്റായിട്ട് പറയുന്നത്. അങ്ങനെ നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത YI ക്യാപ്പ് വൈയിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ല എന്നുള്ള കേസാണെങ്കിൽ നമുക്കറിയാലോ YI മൈനസ് YI ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. അപ്പം YI മൈനസ് YI ക്യാപ്പ് 0 ആയിരിക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സും 0 ആയിരിക്കും. അതായത് SSC എന്ന് പറയുന്നതും 0 ആയിരിക്കും. In this case, YI minus YI cap would be 0 for each observations resulting in SSC equal to 0. Since SST equal to SSR plus SSC, for perfect fit, SSR must equal to SST. ആൻഡ് ദ റേഷ്യോ SSR by SST മസ്റ്റ് ഈക്വൽ 1. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന കേസിൽ SSC എന്ന് പറയുന്നത് 0 ആയിരിക്കണം. SSC എന്ന് പറയുന്നത് 0 ആയിരിക്കുമ്പോൾ നമുക്കറിയാം SST ഈക്വൽ ടു SSR എന്ന് കിട്ടും. അതായത് SSR ഡിവൈഡ് ബൈ SST എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ കണ്ടുപിടിച്ച റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയ്ക്ക് ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന്. Poorer fits will result in larger values of SSE.
അതായത് നമ്മൾ കണ്ടുപിടിച്ച റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടല്ലോ, അതൊരു പൂർ ഫിറ്റ് ആണെങ്കിൽ SSE എന്ന് പറയുന്നത് ലാർജർ വാല്യൂസ് ആയിരിക്കും. SSE = SST minus SSR. Hence, the larger value of SSE and hence the poor fit occurs when SSR = 0 and SSE = SST. SSE ലാർജർ ആയിരിക്കുന്ന കേസിൽ SSR എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് SSE എന്ന് പറയുന്നത് SST തന്നെയായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിരിക്കുന്ന കേസിൽ SST എന്ന് പറയുന്നത് SSR ആയിരിക്കും. ഏറ്റവും പൂർ ഫിറ്റ് ആയിരിക്കുന്ന കേസിൽ SST എന്ന് പറയുന്നത് SSE ആയിരിക്കും. സോ ദ റേഷ്യോ SSR/SST വിച്ച് വിൽ ടേക്ക് വാല്യൂസ് ബിറ്റ്വീൻ 0 and 1 ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഫോർ ദ എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ. The ratio is called the coefficient of determination and is denoted by R². അതായത് SSR/SST എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം വെദർ ഇറ്റ് ഈസ് എ ഗുഡ് ഫിറ്റ് ഓർ നോട്ട്. നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്ത റിഗ്രഷൻ ഇക്വേഷൻ നല്ലൊരു ഫിറ്റാണോ അല്ലയോ എന്ന് നമുക്ക് ഈ ഒരു SSR/SST എന്നുള്ള ആ ഒരു റേഷ്യോ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു റേഷ്യോനെ നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് R² വെച്ചിട്ടാണ്. ഇതിൻ്റെ വാല്യൂ 0 to 1 ആയിരിക്കും. Coefficient of determination R² = SSR/SST. It determines the proportion of the total variation in Y explained by the regressor X. അതായത് R² വെച്ചിട്ട് നമുക്ക് എത്രമാത്രം വൈയിലുള്ള ചേഞ്ചസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർലി 0 <= R² <= 1. അതായത് R²ൻ്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 1 ആയിരിക്കും. R 0 ആയിരിക്കുന്ന കേസിൽ ഏറ്റവും പൂർ ഫിറ്റാണ്. R 1 ആയിരിക്കുന്ന കേസിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഫിറ്റ്. മോഡൽ അസംഷൻസ്. An important step in determining whether the assumed model is appropriate involves testing for the significance of the relationship. അതായത് നമ്മൾ ഒരു മോഡൽ കൺസിഡർ ചെയ്തല്ലോ, ആ അസ്യൂം ചെയ്ത മോഡൽ എത്രമാത്രം അപ്രോപ്രിയേറ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് നടത്തിയിട്ടാണ് അതിൻ്റെ റിലേഷൻഷിപ്പിനെ ചെക്ക് ചെയ്യുന്നത്. ദ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ റിഗ്രഷൻ അനാലിസിസ് ആർ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻസ് അബൌട്ട് ദ എറർ ടേം എപ്സിലോൺ. ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് നടത്താൻ വേണ്ടി നമുക്ക് എറർ ടേമിനെ പറ്റി കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പോൾ ആ അസംഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് നടത്തുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ മോഡൽ അസംഷൻസ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞാൽ y = β0 + β1x + എപ്സിലോൺ എന്നുള്ളതാണ്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇത് എറർ ടേം എപ്സിലോൺ ഇസ് എ റാൻഡം വേരിയബിൾ വിത്ത് മീൻ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂ 0. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എപ്സിലോൺ = 0. ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ എറർ ടേം ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ആ റാൻഡം വേരിയബിളിൻ്റെ മീൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. Implications: β0 and β1 are constants. Therefore, expectation of β0 = β0 and expectation of β1 = β1. Thus, for a given value of x, the expected value of y is expectation of y = β0 + β1x. അതായത് ഈ ഒരു എറർ ടേമിൻ്റെ മീൻ 0 ആയിരിക്കുന്നു എന്ന് പറയുന്നത് വഴി ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം β0 ഉം β1 കോൺസ്റ്റൻസ് ആണെന്ന്. അപ്പോൾ ഇത് കോൺസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എപ്സിലോൺ 0 ആയിരിക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് β0 എന്ന് പറയുന്നത് β0 തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് β1 എന്ന് പറയുന്നത് β1 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് y ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് y = β0 + β1x ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്താണ് റിഗ്രഷൻ ഇക്വേഷൻ്റെ കേസിൽ. ഇതിനെയാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് അസംഷൻ, ദ വേരിയൻസ് ഓഫ് എപ്സിലോൺ ഡിനോട്ടഡ് ബൈ σ² ഈസ് സെയിം ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. രണ്ടാമത്തെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എപ്സിലോൺ എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മീൻ നമുക്ക് ഇപ്പോൾ 0 ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് σ² ആയിരിക്കും. Implication: the variance of y about the regression line equal to σ² and is same for all values of x. എല്ലാ വാല്യൂസ് ഓഫ് എക്സിനും വേരിയൻസ് ഓഫ് എപ്സിലോൺ σ² ആയതുകൊണ്ട് വേരിയൻസ് ഓഫ് y എന്ന് പറയുന്നതും σ² തന്നെയായിരിക്കും. മൂന്നാമത്തെ അസംഷൻ, ദ വാല്യൂസ് ഓഫ് എപ്സിലോൺ ആർ ഇൻഡിപെൻഡൻറ്റ്. എപ്സിലോണിൻ്റെ എല്ലാ വാല്യൂസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ഒരു എപ്സിലോൺ വാല്യൂ മറ്റൊരു എപ്സിലോൺ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ല ഇരിക്കുന്നത്. Implication: the value of epsilon for a particular value of x is not related to the value of epsilon for any other value of x. എക്സിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ഉള്ള എപ്സിലോൺ ആയിരിക്കില്ല എക്സിൻ്റെ മറ്റൊരു വാല്യൂയിലുള്ള എപ്സിലോണിൻ്റെ വാല്യൂ. Thus, the value of y for a particular value of x is not related to the value of y for any other value of x. ഇതുപോലെ തന്നെ എപ്സിലോണിൻ്റെ വാല്യൂ ഇൻഡിപെൻഡൻ്റ് ആയി കിടക്കുന്നത് പോലെ തന്നെ വൈയുടെ വാല്യൂവും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നാലാമത്തെ അസംഷൻ, the error term epsilon is a normally distributed random variable. എപ്സിലോൺ ഒരു റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞു. ആ റാൻഡം വേരിയബിൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. Implication: because y is a linear function of epsilon, y is also a normally distributed random variable. y എന്ന് പറയുന്നത് എപ്സിലോണിൻ്റെ ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ വൈയുടെ ഡിസ്ട്രിബ്യൂഷനും നോർമൽ തന്നെയായിരിക്കും.
അപ്പോൾ നമ്മൾ ഈ 4 അസംഷൻസ് ആണ് മോഡൽ ബിൽഡ് ചെയ്യുന്ന കേസിൽ എപ്സിലോണിന് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 അസംഷൻസ് കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് നടത്തുന്നത്. ടെസ്റ്റിംഗ് ഫോർ സിഗ്നിഫിക്കൻസ്, എസ്റ്റിമേറ്റ് ഓഫ് സിഗ്മ സ്ക്വയർ. നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് സിഗ്നിഫിക്കൻസിൽ ആദ്യമേ നമ്മൾ സിഗ്മ സ്ക്വയറിന് പറ്റിയൊരു എസ്റ്റിമേറ്റിനെയാണ് കണ്ടുപിടിക്കുന്നത്. എപ്സിലോണിൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആയതുകൊണ്ട് വൈയുടെ വേരിയൻസും സിഗ്മ സ്ക്വയർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ദ ഡീവിയേഷൻ ഓഫ് ദ വൈ വാല്യൂസ് അബൌട്ട് ദ എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ലൈൻ ആർ കോൾഡ് റെസിഡ്യൂവൽസ്. ദസ് SSC, the sum of square residual is a measure of variability of the actual observations about the estimated regression line. The mean square error, MSE, provides the estimate of sigma square. It is SSC divided by degrees of freedom. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്ച്വൽ ഒബ്സർവേഷൻസ് എന്നുള്ള ഡീവിയേഷൻസ് ചെക്ക് ചെയ്യുന്നത്. അപ്പം സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസും ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ട് സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് മീൻ സ്ക്വയറിനെ കൺസിഡർ ചെയ്യാം. മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സം ഓഫ് സ്ക്വയറിനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. YA cap equal to B0 plus B1 XI. ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ. SSC equal to summation YA minus YA cap the whole square. That is, അപ്പോൾ ഈ YA ക്യാപ്പിന് പകരം B0 plus B1 XI എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സമ്മേഷൻ YA minus B0 minus B1 XI the whole square. Every sum of squares is associated with a number called its degrees of freedom. SSC has a minus 2 degrees of freedom because of 2 parameters B0 and B1 must be estimated to compute SSC. അപ്പോൾ എല്ലാ സം ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു നമ്പറിനെ ഡിനോട്ട് ചെയ്യും. അതിനാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം SSCയുടെ കേസിൽ N-2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ടോട്ടൽ N ഒബ്സർവേഷൻസിൽ നമ്മൾ B0നെ B1നെ എസ്റ്റിമേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് SSC കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-2 ആയിരിക്കും. Therefore mean square error, that is estimate of sigma square, S square equal to MSE equal to SSC by N-2. സം ഓഫ് സ്ക്വയറിനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്മയുടെ എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു എസ്റ്റിമേറ്റ് സിഗ്മ വി ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ S സ്ക്വയർ. സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ട് SSC by N-2നെയാണ് എടുക്കുന്നത്. അപ്പോൾ സിഗ്മയുടെ എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദ റിസൾട്ടിംഗ് വാല്യൂ S ഈസ് റിഫർ ടു ആസ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ ഒരു S സ്ക്വയർ ടേമിൻ്റെ സ്ക്വയർ റൂട്ടായ എസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ എസ്റ്റിമേറ്റ് എന്നാണ്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് is equal to root of MSE, that is equal to root of SSC by N-2. We can use standard error of the estimate in the test for a significant relationship between X and Y. Xനും Yക്കും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് എറർ എസ്റ്റിമേറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ മോഡൽ അസംഷൻസ് ആണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ടെസ്റ്റാണ് നടത്തുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം, എന്നാലേ നിങ്ങൾക്ക് അടുത്ത പോർഷൻസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ. ഇതുവരേക്കും നമ്മൾ 3 വീഡിയോസാണ് അപ്ലോഡ് ചെയ്തത്. ഓരോ വീഡിയോയിലും ഞാൻ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ മൺഡേ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് എന്തായാലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഞാൻ നോട്ട്സിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മറ്റൊരു ബുക്കിലേക്ക് നന്നായിട്ട് പകർത്തി എഴുതുക. നിങ്ങൾക്ക് എഴുതുമ്പോഴേ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്